നമസ്തേ. ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് കലിയുഗത്തിലെ നാമജപങ്ങളെ പറ്റി അതിൻ്റെ ഫലങ്ങളെ പറ്റിയുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യുഗം നാലിലും നല്ലത് കലിയുഗം, സുഖമേമ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല യത്നമെന്നറിഞ്ഞാലും എന്ന ഈ ജ്ഞാനപ്പാനയിലെ വരികൾ നാമമാഹാത്മ്യത്തെ പറ്റിയാണ്, കലിയുഗത്തിലെ നാമമാഹാത്മ്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ജപസ്തു സർവധർമ്മേഭ്യ പരമോ ധർമ്മ ഉച്യത്തെ അഹിംസായ ച ഭൂതാനാം ജപയജ്ഞ പ്രവർത്തതേ എന്നാണ് മഹാഭാരതത്തിലെ വചനങ്ങൾ വ്യാസമുനി ചമച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹിംസ കൂടാതെ നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് ജപയജ്ഞം സർവധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിലും നാമജപത്തിൻ്റെ, കലിയുഗത്തിലെ നാമജപങ്ങളെ പറ്റി ആവോളം പുകഴ്ത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ശ്രീരാമദാസ സ്വാമികൾ നാമജപ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ പ്രസക്തമാണ് ഈ കലിയുഗ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും പദ്യമായി 3 കോടി നാമം ജപിച്ചാൽ നമ്മുടെ കയ്യിലുള്ള രേഖകൾ മാറി വരുന്നതായി കാണാൻ കഴിയുമെന്നാണ് ആചാര്യൻ പറയുന്നത്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹപ്പിഴകളും സ്വമേധയാ വഴിമാറും എന്നാണ് ആചാര്യമതം. ജാതകത്തിൽ ലഗ്നം, ധനം തുടങ്ങി 12 ഭാവങ്ങളാണുള്ളത്. ഈ 12 ഭാവങ്ങൾക്കും നാമജപം കൊണ്ട് ശുദ്ധി കൈവരുന്നതാണ്. നാമജപം ജപിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം, ആ ഭാവങ്ങൾക്കെല്ലാം എന്ത് ദോഷമുണ്ടായാലും അതെല്ലാം മാറിക്കിട്ടി നമ്മൾക്ക് ഉന്നതി, ജീവിതത്തിൽ നല്ല ഐശ്വര്യം വരുമെന്നാണ് ആചാര്യമതം. പദ്യാചാരണത്തോടെ 3 കോടി നാമജപം നടത്തുന്ന വ്യക്തി ഒരിക്കലും രോഗം ബാധിക്കുകയില്ല. 4 കോടി നാമം ജപിക്കുന്ന ആളിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല. അയാളുടെ ധനസ്ഥാനത്തിന് ശുദ്ധി ഉണ്ടാവുകയും 5 കോടി നാമം ജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ആചാര്യൻ പറയുന്നു. പുസ്തക പഠനം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു, പക്ഷേ ഏതൊന്നുണ്ടാകുന്നു അത് നശിക്കുകയും ചെയ്യുന്നു. പുസ്തക പഠനം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം ശാശ്വതമല്ല എന്നാണ് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. 6 കോടി നാമം ജപിച്ചാൽ ഉള്ളിലുള്ള ശത്രുക്കൾ നശിക്കുന്നു. 6 കോടി നാമം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് പ്രധാനമായിട്ടുള്ള ശത്രുക്കളുള്ളത്, പുറത്തല്ല. അകത്താണ് പ്രധാനമായ ശത്രുക്കളുള്ളത്. പുറത്തെ ഒരു ശത്രുവിനെ നശിപ്പിച്ചാൽ ആ സ്ഥാനത്ത് മറ്റനേകം ശത്രുക്കൾ, 1000 ശത്രുക്കൾ ഒന്നിച്ചൊതുകൂടി നമ്മുടെ പുറമേയുള്ള ശത്രുക്കളായിട്ട് വരും. പക്ഷേ അകത്തെ ശത്രു നശിച്ചാൽ ഒരിടത്തും ശത്രുക്കൾ കാണുകയില്ല. അകത്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ. 7 കോടി നാമജപം നടത്തുന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഗ്രഹനില പ്രകാരം ആയുസില്ലെങ്കിൽ കൂടിയും 7 കോടി നാമജപം നടത്തി കഴിഞ്ഞാൽ അത് ഏത് നാമവുമായിക്കോട്ടെ ആ ആളിന് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും അനുകൂലിയായി തീരുകയും ചെയ്യുമെന്നാണ് ആചാര്യമതം. 8 കോടി നാമം ജപിച്ചാൽ മരണകാലം നീണ്ടുകിട്ടും എന്നാണ് പറയുന്നത്. മാത്രമല്ല, അന്ത്യകാലത്ത് ഭഗവാൻ പുണ്യതീർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശാശ്വതവും പവിത്രവുമായ മരണം നൽകുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. 9 കോടി നാമം ജപിച്ചാൽ സ്വപ്നത്തിൽ തൻ്റെ ഇഷ്ടദേവതാ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകും. 10, 11, 12 കോടി നാമം ജപിച്ചാൽ സഞ്ചിതവും പ്രാരാബ്ധവുമായ 3 കർമ്മങ്ങളുടെയും ദോഷം നശിക്കും. 13 കോടി നാമം ജപിച്ചാൽ ഭഗവാന്റെ പ്രത്യക്ഷമായ സാക്ഷാത്കാരം ലഭിക്കും. ശ്രീരാമസ്വാമികളുടെ ഈ വാക്കുകളിൽ നിന്ന് നാമജപ മഹാത്മ്യമാണ്, കലിയുഗത്തിലെ ഈ നാമജപ മഹാത്മ്യത്തെ പറ്റിയാണ് വ്യക്തമാവുന്നത്. കവടി പ്രശ്നം, സമയപ്രശ്നം, ജാതകം, ശത്രുദോഷം, ആഭിചാരം, വിഘ്നദുരിതങ്ങൾ, കാലതാമസം, വിവാഹപ്പൊരുത്തം, സമയദോഷം, വിവാഹ മുഹൂർത്തങ്ങൾ, ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. ഒപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത്
സഹായിക്കണമെന്ന്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ദക്ഷിണകൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊണ്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും പാവങ്ങളുടെ ദുരിതങ്ങളിൽ നമ്മളെക്കൊണ്ട് സഹായിക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും, മൃഗങ്ങളെ നോക്കി കൊടുക്കാനും, എന്തെങ്കിലും പാവപ്പിഴകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കാനും ഒക്കെ നമ്മളേത് സമയം വേണേലും ആർക്ക് വേണേലും വിളിക്കാം. ദക്ഷിണയേക്കാൾ ഉപരി മാനവ സേവയാണ് ഏറ്റവും നല്ലത്.